ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് വർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് മോം ഗിൽറ്റിനെ കുറിച്ചാണ്. പല അമ്മമാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിക്ക് പോകുന്ന അമ്മമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോകുന്നു, എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ നോക്കാനോ എൻ്റെ കുട്ടിയായിട്ട് നല്ല ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാനോ എനിക്ക് കഴിയുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരിക്കാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ സപ്പോർട്ട് ചെയ്യേണ്ട ഇത് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് കിട്ടിയത്, ഒരുപാട് നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇപ്പോൾ കിട്ടിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഇത് വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. അതെന്താണോ സിറ്റുവേഷൻ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് പഠിക്കുക. അതായത് സ്കില്ല് അത് ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം. ഇന്നത്തെ കാലത്ത് നമുക്ക് യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് നല്ല എഫിഷ്യൻ്റായിട്ടുള്ള അമ്മമാരുണ്ട്. അവർ എങ്ങനെ വർക്കും ലൈഫും ബാലൻസ് ചെയ്യുന്നതെന്ന് കണ്ടു പഠിക്കുക തന്നെ വേണം. അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും വർക്കിംഗ് ആയെന്ന് വരില്ല. അപ്പം നമ്മളുടെ ഫാമിലിക്ക് പറ്റിയ രീതി, എൻ്റെ കുട്ടികൾ ചെറുതാണ് എങ്കിൽ അവർക്ക് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അത്യാവശ്യം മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് ഞാൻ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. അതേസമയം നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ക്വാളിറ്റി സമയം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു പക്ഷേ നിങ്ങളുടെ ഡെയിലി അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയം, കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ കുറച്ച് സമയം അവരുമായിട്ട് വിശേഷങ്ങൾ പറയുക, അല്ലെങ്കിൽ അവർക്കുണ്ടായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊഞ്ചിക്കുക, കളിപ്പിക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ ശരിക്കും നമ്മളുടെ ആ സമയം എൻജോയ് ചെയ്യുന്നുണ്ടാവും. അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. വലിയ മക്കളാണെങ്കിൽ കൂടിയും ഏത് തരക്കാരായ മക്കളായാൽ കൂടിയും അവരോട് അന്നുണ്ടായ കാര്യങ്ങൾ ചോദിക്കുക. അത് വലിയൊരു കാര്യമാണ്. നമ്മളുടെ കുട്ടികളായിട്ടുള്ള കണക്ഷൻ കൂട്ടാനായിട്ട് അത് വളരെ സഹായിക്കും. ഇപ്പം നമ്മൾ അവരുടെ പുതിയ ഫ്രണ്ട്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് എന്താ ഉണ്ടായി, അവരുടെ ലൈഫിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നത്. കാരണം നമ്മളും അവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വന്നാലാണ് അവർക്കൊരു ഭയം തോന്നാതെ നേരിട്ട് നമ്മളോട് വന്ന് പറയാൻ തോന്നുള്ളൂ. ചിലപ്പോഴൊക്കെ പാരൻസ് നല്ല രീതിയിൽ പെരുമാറാത്തത്, നല്ല രീതിയിൽ ഇടപെടാത്തത് കൊണ്ട് മാത്രം കൂട്ടുകാരെ തേടിയും വേറെ വഴികളൊക്കെ തേടി കുട്ടികൾ പോകുന്നത്. അപ്പം നമ്മളുടെ കുട്ടികളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാത്രം ഡ്യൂട്ടി അല്ല പാരൻറ്റിങ് എന്നുള്ളതാണ്. ഒരു അച്ഛനും അമ്മയും കുടുംബവും എല്ലാം കൂടിയിട്ടാണ്, ഒരു സമൂഹം മുഴുവൻ കൂടിയിട്ടാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത്. അല്ലാതെ ഒരമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ് കുഞ്ഞിനെ വളർത്തേണ്ടത്, അമ്മ മാത്രമാണ് അതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആളുകൾ സംസാരിക്കാനും അതിനെ കുറ്റപ്പെടുത്താനുണ്ടാവും. ഈ അടുത്ത് നമ്മളൊരു ന്യൂസ് കേട്ടു. കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് താഴേക്ക് വീണു, ഫ്ലാറ്റിൽ താഴേക്ക് വീണു. അത്ഭുതകരമായിട്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ട കഥ നമ്മൾ എല്ലാവരും ന്യൂസിൽ കൂടെ കേട്ടതാണ്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്ത ന്യൂസാണ് നമ്മൾ പിന്നീട് കേട്ടത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ 4 ചുമരിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ അറിയാതെ അവരെ കുറ്റപ്പെടുത്തി ടോക്സിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നഷ്ടപ്പെട്ടപ്പോൾ ആർക്ക് പോയി? ആ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റെ വീട്ടുകാർക്കും പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളെ മാറ്റി നിർത്തുക, ടോക്സിക്കായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുക. എപ്പോഴും നമ്മളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടക്കണം എന്ന് ചിന്തിക്കാതെ നമ്മളുടെ കുട്ടികളും നമ്മളും എന്ന് പറയുന്നത് ഒരു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റുപറ്റുമ്പോൾ അവരോട് പറയാം, അമ്മയ്ക്ക് തിരക്കായി പോയി, അല്ലെങ്കിൽ അവരോട് ഓപ്പൺ ടോക്കുകൾ എപ്പോഴും നടത്താം. നല്ല ഫ്രണ്ട്ലി ആയിരിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ
ട്രിപ്പുകളായാലും പാർക്കുകളിലായാലും പോയി ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യുക. നല്ല നല്ല ഭക്ഷണം പാചകം ചെയ്ത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ട സമയത്ത് വന്ന് കഴിക്കുന്നതിന് പകരം വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെറ്റ് ടുഗദറുകൾ നടത്തുക. കുഞ്ഞു കുഞ്ഞു മക്കളാവുമ്പോൾ അവർക്ക് എല്ലാ കാര്യവും വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിൽ പോകുന്ന കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളായാലും അമ്പലങ്ങളായിക്കോട്ടെ, മറ്റുള്ളവർ കാണുന്നതായിക്കോട്ടെ, കുഞ്ഞുമക്കളെ പുറത്ത് കൊണ്ടുപോകുന്നതും അവരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ നമ്മളുടെയും അവരുടെയും ബന്ധം വളർത്താനായിട്ട് സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.